5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമ്മൾ നിരവധി കാര്യങ്ങൾ സാംസ്കാരികവും രാഷ്ട്രീയവും പാരിസ്ഥിതികമായിട്ടുള്ള അല്ലെങ്കിൽ പൊതുജനങ്ങളെ ബാധിക്കുന്ന ബഹുജനങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ചില കൗതുക വാർത്തകളും കൂടി അറിഞ്ഞിരിക്കണം. കാരണം ഇതൊരു എഡ്യൂക്കേഷണൽ ചാനൽ കൂടിയാണല്ലോ. എൻ്റർടൈൻമെൻറ്റ്, എഡ്യൂക്കേഷൻ, എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്സ് എല്ലാം വരുന്നൊരു ചാനലാണ്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനമായി ഇന്ന് 2 ദിവസമായി വരുന്ന ഒരു വാർത്ത, മനുഷ്യൻ്റെ മലം വേസ്റ്റ് ഗുളികകളുടെ രൂപത്തിലേക്ക് ആക്കുന്നു എന്നുള്ളതാണ്. 41 പേരിൽ ഇത് പരീക്ഷിച്ചു. അങ്ങനെ പരീക്ഷിച്ചതിൻ്റെ പരമായി സൂപ്പർ ബെക്തല വൈറസുകളെ വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വികസിപ്പിച്ചെടുക്കുന്ന വൈറസുകളെ കൊണ്ട് നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിലെ അപകടകാരികളായ വൈറസുകളെയും ബാക്ടീരിയകളെയും കൊല്ലാൻ കഴിയുമെന്നാണ്. ഇതിൻ്റെ ഒരു ചരിത്രം എന്താണ്? 2011 ജപ്പാനിൽ ഡോക്ടർ ഇക്കിൻറോ നാക്കാമ എന്ന് പറയുന്ന അറ്റ്സുക്കോ സെയ്തോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, ഒരു ഡോക്ടറാണ്. അദ്ദേഹം മാംസം പോലുള്ള പ്രോട്ടീൻ ഗുളികകൾ ഇങ്ങനെ മലത്തിൽ നിന്ന് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് എന്നിവ പുനരുപയോഗിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം കണ്ടുപിടിക്കുകയുണ്ടായി. അത് 2011 അതിനുശേഷം UK ഇതിനെ സംബന്ധിച്ച് പൂപ്പിൽസ് എന്ന് പറയുന്നത്, പൂപ്പിൽസ് POOPILLS പൂപ്പിൽസ് എന്ന് പറയുന്ന രീതിയിൽ ക്യാപ്സൂളുകൾ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഈ ക്യാപ്സൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് 41 രോഗികളിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നത്. അതിൽ നിന്ന് അവർ എത്തിയിരിക്കുന്ന നിഗമനം, മറ്റ് അസുഖങ്ങളില്ലാത്ത മനുഷ്യൻ്റെ മലത്തിൽ നിന്ന് ബാക്ടീരിയകളെയും മറ്റുമൊക്കെ വേർതിരിച്ചെടുത്ത്, വൈറസിനെയൊക്കെ വേർതിരിച്ചെടുത്ത് അതുപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഗുളികകൾ വളരെ മനോഹരമായ രീതിയിൽ ആളുകളുടെ ആരോഗ്യരംഗം കൂട്ടുന്നു എന്ന് പറയുന്നതാണ്. ഡോക്ടർ ബ്ലെയർ മെർക്കിക് ഉൾപ്പെടെയുള്ള ഗവേഷകർ ഇതിന് വളരെ ആവേശകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. 2050 കൂടി ലോകത്തിലെ ഇത് വിപണിയിൽ എത്തിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. എല്ലാ സ്ഥലത്തും, നമ്മുടെ ഗ്രാമങ്ങളിലുമൊക്കെ. ഇതിപ്പോൾ മലം കൊണ്ടുണ്ടാക്കിയതാണോ അല്ലാത്തതെന്നൊന്നും പറയത്തില്ല. പക്ഷേ ഡോക്ടർമാർ ചിലപ്പോൾ അത് ശുപാർശ ചെയ്തേക്കാം. എന്തായാലും ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന പരീക്ഷണങ്ങൾ, ഗവേഷണങ്ങൾ, ഇതിനൊരു വലിയൊരു അന്വേഷണം നടക്കുന്നുണ്ട്. അതിലൂടെ പുതുതായിട്ടുള്ള ധാരാളമായിട്ടുള്ള ക്യാപ്സൂളുകൾ ഗുളികളുടെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ എത്തുന്നുണ്ട്. തീർച്ചയായും ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കൗതുക വാർത്ത എന്നുള്ള നിലയിലാണ് ഞാൻ ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ മൂത്രത്തെ സംബന്ധിച്ച് കുറേ വാർത്തകളൊക്കെ വന്നിട്ട്, നമ്മളെ കൊല്ലം തുളസിയൊക്കെ, സിനിമാ നടൻ കൊല്ലം തുളസിയൊക്കെ മൂത്രം കുടിക്കുകയും യൂറിൻ തെറാപ്പി എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകളുണ്ട്. ഞാനതിൻ്റെ പ്രചാരകനൊന്നുമല്ല, ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ മനുഷ്യ മലവും ഇതുപോലെ പ്രയോജനപ്പെടുത്താം എന്ന് പറഞ്ഞുള്ള രീതിയിൽ വരുന്നു. വളമായി നേരത്തെ തന്നെ പ്രയോജനപ്പെടുത്തുന്ന രീതിയുണ്ട്. ചാമ്പലുമായി ചേർത്ത് ഉപയോഗിച്ച് വളമായി ഉപയോഗിക്കുന്ന രീതി നേരത്തെ തന്നെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിനെ ഗുളികയുടെ രൂപത്തിലേക്ക് കൊണ്ടുപോയി മനുഷ്യൻ്റെ ആരോഗ്യം കൂട്ടുന്നതിൽ, ഒരു വയറിൻ്റെയൊക്കെ ബലം കൂട്ടുന്നതിൽ, കുടലിൻ്റെയും ചെറുകുടലിൻ്റെയും വൻകുടലിൻ്റെയും വയറിൻ്റെയും ശുദ്ധിക്കൊക്കെ വേണ്ടി നല്ല ടാബ്ലറ്റുകളുടെ രൂപത്തിൽ ഇത് വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പഠനങ്ങൾ നടന്നു കഴിഞ്ഞു, അത് സക്സസ് ആയി കഴിഞ്ഞു. എന്തായാലും നമുക്കിനി മനുഷ്യൻ്റെ വേസ്റ്റും മനുഷ്യമലവും ഉപയോഗപ്രദമായ മെഡിസിനായി, മരുന്നായി മാറുന്നു.